ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്. പക്ഷേ ആ ഒരു സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഡ്സൻസിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ റെഡിയായി, സംഭവമൊക്കെ സെറ്റായി. ആഡ്സൻസിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു, അതെങ്ങനെ റെഡി ആയത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടെ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആദൂന് മാൻഡ്രിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് വേഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ വന്നപ്പോൾ നമുക്കത് അങ്ങനെ ഒരു ബക്കറ്റ് തരും. ഈ ബക്കറ്റിൽ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും പറിക്കാം. 1 കിലോയ്ക്ക് $3 ആയിരുന്നു കേട്ടോ. എങ്ങോട്ടാ പോണേ? ഓഞ്ചി പറിക്കാൻ പോവാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1 കിലോ മാൻഡ്രിയാണ് നമുക്ക് $3 ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ചും കഴിക്കുക കേട്ടോ. എത്ര വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക. അതിനൊരു ക്യാഷും നമ്മൾ കൊടുക്കണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇവിടെ ക്യാഷ് കൊടുത്ത് നമ്മൾ എത്ര കിലോ ആണോ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് കൊണ്ടുപോവാം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ പല ടൈപ്പ് മാൻഡ്രിനും കൂടി കാണാൻ പറ്റിയേ. അതായത് മധുരമുള്ളതും മധുരമില്ലാത്തതും കുറച്ച് വലുതും ചെറുതായിട്ടുള്ള പല ടൈപ്പ്. പക്ഷെ നാട്ടിലത്തെ നാരങ്ങന്റെ അതേമാതിരില്ല. ഇവിടെ അത്രയൊന്നും പ്രതീക്ഷയില്ലായിരുന്നു, ഞാനത് കണ്ടു. പിന്നെ ഞാനും പറഞ്ഞു ഒത്തിരി ഉണ്ടല്ലേ. പക്ഷെ നാട്ടിലത്തെ നാരങ്ങ എങ്ങനെ അറിയോ, ഭയങ്കര വലുതായിരിക്കും. പക്ഷെ ഇത് ചെറുതാണ്. നാരങ്ങ മാൻഡ്രിൻ അങ്ങനെ പറയാം. ഹായ് ഹലോ, നമ്മളിന്ന് മാൻഡ്രിൻ ഫാമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. മാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഓറഞ്ച്. ഇതിനെ പൊതുവെ മാൻഡ്രിൻ എന്നാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പറയാം അല്ലേ. പൊതുവെ ഇതിന് മാൻഡ്രിൻ എന്നാണ് പറയാം. നമ്മളെ നാട്ടിലെ നാരങ്ങ അതന്നെ സെയിം. ഇത് കുരുവൊന്നുമില്ല കേട്ടോ ഇതിനുള്ളിൽ. നല്ല മധുരമാണിത്, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എവിടെയായിരുന്നു കറക്റ്റ് ലൊക്കേഷൻ? നമ്മളെ ക്യുമിയു റിവർ ഹെഡ് വഴിക്ക് വന്നിട്ട് കോഡ്സ്വില്ല എന്ന് പറഞ്ഞ പ്ലേസില്ലേ അവിടെ. എൻട്രി ഫീ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർ പേഴ്സൺ $3 ആണ്. പിന്നെ പെർ കെ ജി കഴിക്കാം. എത്ര വേണമെങ്കിൽ കഴിക്കാം, എത്ര വേണമെങ്കിൽ പറിക്കാം. ബക്കറ്റ് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് ഇഷ്ടമനുസരിച്ച് പറിച്ച് കൊണ്ടുപോകാം. വേണ്ടത്ര നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെയുള്ള ഫാമിലൊക്കെ ഇതാണ് ഇവിടെ പ്രത്യേകത. വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. അത് മാത്രമല്ല കേട്ടോ, ബ്യൂട്ടിഫുൾ പ്ലേസും കൂടിയാണ്. വെറും ഫാം മാത്രമല്ല, നാച്ചുറൽ ബ്യൂട്ടി ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പോൾ കറക്റ്റ് ഓട്ടം സീസണാണ്. അതുകൊണ്ട് തന്നെ ഇലകളിൽ ഒഴിയുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ മരത്തിന് മുകളിലൊന്നും ഇലകളില്ല. ഫുള്ള് ഉണങ്ങി കിടക്കുകയാണല്ലേ. അത് പറിച്ചോ. അതിന് വേണ്ടേ, ഞാൻ കഴിച്ചു വയറ് നിറഞ്ഞിട്ട സംഭവം. പൊന്നോ, അതിന് വയറ് നിറഞ്ഞ്. അതാണ് അത് കാണിച്ചത്. അത് പറക്കണ എടുക്ക്, പൊളിച്ച് കഴിച്ച നോക്കട്ടെ. അതിനൊറ്റയ്ക്ക് കഴിക്കാൻ ഉണ്ടാവില്ല, അറിയോ? നോക്കട്ടെ. പിന്നെ ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് ആ ഒരു സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അധികം ആൾക്കാർ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ ചില മരത്തിന് മുകളിലൊക്കെ ഓറഞ്ച് കുറവാണ്. കുറേ ആൾക്കാരൊക്കെ പറിച്ചിട്ടുണ്ട്. കുറേ എണ്ണമൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടെണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ട്. ചില ഏരിയയിലാണ് കേട്ടോ കൂടുതലെണ്ണം താഴെ വീണ് കിടക്കുന്നത്. പിന്നെ ആദൂന് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട്, മാൻഡ്രിൻ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അവന് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യക്ക് പിന്നെ ഫ്രൂട്ട്സിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും അവൻ കഴിക്കില്ല. വേണമെന്ന് വെച്ചാൽ 1, 2, 3 അങ്ങനെ കഴിക്കുക, അത്രേ ഉള്ളൂ. നിർബന്ധിച്ചാൽ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട 1, 2 കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരുപാടെണ്ണം കഴിക്കുന്ന സ്വഭാവമൊന്നും അവനില്ല, പ്രത്യേകിച്ച് ഓറഞ്ച് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചൊക്കെ അവൻ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ഫാമിൻ്റെ ബാക്കിലൊരു വീട് കണ്ടോ, അത് ഈ ഫാമിൻ്റെ ഓണർ വീടാണ് കേട്ടോ. അവർ വീടും ഈ ഫാമും ഒരുമിച്ചാണ് മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ വിശാലമായി കിടക്കുന്ന
മാൻഡ്രിയാൻ ഫാമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാൻഡ്രിയാൻ ഫാമിൽ വരുന്നതും പറിച്ച് കഴിക്കുന്നതും ഒക്കെ. ഇതിന് മുമ്പ് ഞങ്ങൾ സ്ട്രോബെറി പറിക്കാൻ പോയതിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇതേപോലെ ഒരുപാട് എണ്ണം കഴിച്ചിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ ഒരു ആപ്പിൾ ഫാമിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത് ക്ലോസ് ആണെന്ന് അറിഞ്ഞത്. ഇത് അതേപോലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമാണെന്നുണ്ടെങ്കിൽ നടന്ന് പറിച്ച് കഴിഞ്ഞിട്ട് അവൻ ഇരുന്ന് ഇനി കഴിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സൺലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു മാൻഡ്രിയാൻ്റെ ആ ഒരു എന്താ പറയുക പീൽ ഇങ്ങനെ തിളങ്ങുന്ന ഒരു ഫീല് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ. ഈ ഇതിലൂടെ കാണുന്നേക്കാൾ ഭംഗി ഡയറക്റ്റ് കാണുമ്പോഴാണ്. ഈ നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ മരം നിറച്ചും ഇങ്ങനെ മാൻഡ്രിയാൻ വീണ് കിടക്കുന്നത്. പിന്നെ കുറേ കിളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. ചില ഏരിയയിലൊക്കെ ഒരുപാട് എണ്ണം അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ചിലവരൊക്കെ പിന്നെ വന്നിട്ട് പറിച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കുന്നത് കൊണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് ഒരുപാടെണ്ണം താഴെ. അപ്പോൾ ചില ഏരിയയിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നത്. പിന്നെ ചില ഏരിയയിലൊക്കെ കുറച്ച് കുറവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ ചിലപ്പോൾ മധുരം കൂടുതലുള്ളത് കൊണ്ട് ആളുകൾ ചിലപ്പോൾ കൂടുതൽ പറിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുപാടെണ്ണം പറിച്ചു തിന്നാൻ പറ്റിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാൻഡ്രിയാണ്, അതായത് നാരങ്ങ. അപ്പോൾ നാട്ടിലാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നാരങ്ങയായിരുന്നു. ഇവിടെ വന്നാലും അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിലാണ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വെക്കാൻ പറയുമ്പോൾ അത് മാൻഡ്രിയാൻ വെച്ചാൽ മതി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീരുന്നതിനനുസരിച്ച് സ്റ്റോക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ കുറേ എണ്ണം പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ന്യൂസിലാൻഡിൽ ഒന്നാമത് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു ഫാമിൻ്റെ നിയർ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കാഴ്ച നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ നല്ല പച്ചപ്പ് വിരിച്ച ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് പാകമായില്ല എന്ന് തോന്നണല്ലേ. ചെറിയ സൈസ് പാകമുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കോട്ടൊക്കെ ഇട്ടാണ് വന്നിരുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വെയിലൊക്കെ അടിച്ചപ്പോൾ തണുപ്പൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ആദൂൻ്റെ കോട്ടാണ് ആ ബക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഓരോന്നും അങ്ങനെ പറിച്ചിരുന്നുണ്ട്. ആദു എൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓരോന്ന് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ എൻട്രൻസിൽ നിന്ന് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എത്തി നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. താഴെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. നമ്മൾ എൻട്രൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ഏരിയ നിന്നു. അവിടുന്ന് എല്ലാ മാൻഡ്രിയാനും കറങ്ങി തിരിച്ചാണ് ലാസ്റ്റ് നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് സൈഡാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മധുരം കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി ഇവിടെ നിന്നാണ്. നമ്മൾ ഫസ്റ്റ് കഴിച്ചതൊക്കെ കുറച്ച് പുളിപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇത്ര ടേസ്റ്റ് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല മധുരമുള്ള മാൻഡ്രിയൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും ഞങ്ങൾ കുറേ എണ്ണം പറിച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് എണ്ണം പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 2 kg അടുത്ത് ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ പറിക്കുന്നതൊക്കെ നിർത്തി. കാരണം ഒരുപാടെണ്ണം പറിച്ച് ഇനി വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് പെട്ടെന്ന് ചീത്തയായി പോവും. കാരണം എന്താ വെച്ചാൽ വിൻ്ററാണ് വരാൻ പോകുന്നത്. ആ ഒരു സമയം വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ വെറുതെ ചീത്ത ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പറിക്കുന്നത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും മക്കൾ പിന്നെയും ഓരോന്നോരോന്ന് കാണുമ്പോൾ ഇത് നന്നായിരിക്കും, ഇത് നല്ല മധുരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ഓരോന്ന് ഇങ്ങനെ പറിച്ചിടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ പറിക്കാൻ പോകുമ്പോൾ അവൻ്റെ ആ വലി കാരണം ചിലപ്പോൾ അവൻ പിടിച്ച് വലിക്കുന്നത് കാരണം 3-4 എണ്ണമൊക്കെ ചിലപ്പോൾ താഴെ പോകും കേട്ടോ. അതാണ് തോന്നുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലെണ്ണം വീണ് കിടക്കുന്നത്. തൊടുമ്പം തന്നെ 1-2 എണ്ണമൊക്കെ അതിൻ്റെ കൂടെ തന്നെ പോരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകാനുള്ളൊരു സെറ്റപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റ് മക്കൾ 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവരവിടെ നിന്ന് ഓടി വരുന്നതും നടന്നു വരുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കുറച്ച് നടന്നു വരുന്നതും ഓടി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനി നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സീസൺ ആവണ്ട, ഈ ഒരു വർഷം എന്തായാലും ഇനി ഇവിടെ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം പറിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ആ മുകളിലേക്ക് കയറുകയാണ്. അവിടെ ചേട്ടൻ പറഞ്ഞു ഒരു പാർക്കൊക്കെ ഉണ്ട്, അവിടുന്ന് മക്കൾക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഇത് ചേട്ടനും അതും കൂടി ഭയങ്കര കളിയിലാണ് കേട്ടോ. അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നേ. ഈ ഒരു വലിയ ബോൾ പോലത്തെ സംഭവം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ സ്ലൈഡ് അങ്ങനത്തെ ഐറ്റംസുകൾ ഒക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് ഈ ഒരു സൈഡിലാണ് മാൻഡ്രിയാൻ ഫുള്ളുള്ളത് താഴോട്ടേക്ക്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാൻ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്ലൈഡും അതേപോലെ ഊഞ്ഞാലൊക്കെ ആടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ വലിയൊരു ഗ്രൗണ്ടിൽ അങ്ങനെ വലിയൊരു ബോളുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികൾ അതിൻ്റെ മുകളിൽ കളിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതും ആദ്യം ഏട്ടനൊക്കെ അതാ കളിച്ച് വരികയാണേ. ഇത് നോക്കി, ഇതാണ് കേട്ടോ പെസിമം. ഈ ഒരു മരത്തിൻ്റെ മുകളിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പറക്കരുത് കേട്ടോ. അതവർ നെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്, കിളികളൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പറിക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. പിന്നെ ഈ ഏരിയയൊക്കെ ഒരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ചില ഫ്രൂട്ട്സുകളും അതേപോലെ വെജിറ്റബിൾസും ഒക്കെ അവർ നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ ലെമൺ, അതേപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ മിൻറ്റ് ലീഫ്, അങ്ങനെ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് എടുക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ്. നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം? അതായത് ട്രാവൽ വ്ളോഗാണോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗാണോ, ഏത് ടൈപ്പ് വീഡിയോ ആണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.